Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good Good afternoon. afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. മഴയൊക്കെയാണല്ലേ? എല്ലാവരും സേഫ് ആണോ? Yes, ma'am. Safe. സേഫ് ആണ്. ഓക്കെ. ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. മഴയാണല്ലേ? അവിടെ ഓക്കെ അല്ലേ മാം? ഇവിടെ ഒക്കെയാണ്. രാവിലെ നല്ല മഴയും കാറ്റുമായിരുന്നു. മരങ്ങളൊക്കെ വീഴുന്നുണ്ട്. നമ്മുടെ ഇലക്ട്രിക് വയറൊക്കെ താഴത്തൊക്കെ കിടക്കുക. കറണ്ട് ഇല്ല ഇന്നലെ തുടങ്ങി. ആ ഒരു പ്രശ്നമുണ്ട്. വീടും അതന്നെ, പോസ്റ്റ് എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ കട്ടായി പോവുകയാണെങ്കിൽ ടെക്നിക്കൽ എറർ കൊണ്ടായിരിക്കാം. അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ട്, കട്ടായി പോവുകയാണെങ്കിൽ പിന്നീട് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ അത് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ രാവിലത്തെ ഒരു ക്ലാസ് കഴിഞ്ഞ് ദൈവസഹായിച്ച പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളോട് കൂടി ആ ഇൻഫോർമേഷൻ ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നിങ്ങളോട് ഞാൻ വേർഡ്സ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? വേർഡ്സുകൾ ഇംഗ്ലീഷില് നോ മാം. ഇല്ല, പറഞ്ഞിട്ടില്ല. നിങ്ങളോടല്ല. ഓക്കെ, നമുക്ക് പ്രയർ ആരാണ്? മാം സുജിത. അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങളണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു ദൈവ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. ലാസ്റ്റ് ലൈൻ തെറ്റിപ്പോയി മാം, സോറി. അത് കുഴപ്പമില്ല. Good afternoon, everyone. My name is Sajna Endo, and I thank you for your joining today's class. You can acknowledge the unique circumstances of online learning, like welcome to our online class, and thanks for joining us from wherever you are. You can also briefly mention your experience. Let's make this a collaborative and engaging session. Please feel free to ask questions and share your thoughts throughout. I'm looking forward to a productive and insightful session with all of you. Online class welcomes should be concise due to the potential for distractions. Your energy can be contagious. Avoid overly complex. Ask questions solicit feedback and create a sense of community. Consider the technical aspects of your delivery and ensure a smooth experience for the students. Thank you once again, and let's get started. Okay, very good. Then thought of the day. Good afternoon, ma'am. Good afternoon, all. I'm Anshiti Mishra. The thought I am sharing today is Mahatma Gandhi. You must be the change you wish to see in the world. ലോകത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം അത് നിങ്ങളായിരിക്കും. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൻസ് മെക്കാനിക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. ഇൻട്രൊഡക്ഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് അല്ലെ. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചിന്തിച്ചു നോക്കിയോ ഡിഫൻസ് മെക്കാനിസം?
വീട്ടിലാണല്ലോ ഇരിക്കുന്നത്. സോറി, വീട്ടിലിരുന്ന് ചിന്തിച്ചു നോക്കിയോ? തിങ്ക് ചെയ്തു? ധാരാളം കാര്യങ്ങളിൽ ഡിഫൻസ് മെക്കാനിസം റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു വ്യക്തികൾ എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ഡിഫറെന്റ് ആണ്. പേഴ്സൺ ടു പേഴ്സൺ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരിലുമുള്ള ഡിഫൻസ് മെക്കാനിസം വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഞാനത് ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും. എല്ലാവരെയും കൊണ്ട് ഓരോരുത്തരും ഞാൻ വിളിച്ചിട്ട് ഞാൻ വായിപ്പിക്കും. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പറയാൻ പറയും. എന്നിട്ട് ഞാൻ പറയും. ഉദാഹരണം സഹിതം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഡിഫൻസ് മെക്കാനിക്സ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഓക്കെ ആണോ? റെഡി ആണോ? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വൺ ഈസ് കോമ്പൻസേഷൻ ആണ്. ഓക്കെ, കോമ്പൻസേഷൻ. സുജിത ഒന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ കോമ്പൻസേഷൻ? സുജിത കേൾക്കുന്നില്ലേ? Yes, ma'am. Yes, ma'am. ഓക്കെ. Okay, ma'am. A compensation. When an individual makes an attempt to compensate for a deficiency by directing his energies to some other aspect of his personality in which no deficiency exists, he is using the mechanism of compensation. എന്താ മനസ്സിലായത്? നമ്മുടെ ഒരു പവർ, നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു പവർ നമ്മൾ തന്നെ കോമ്പൻസേറ്റ് ചെയ്യുന്ന സത്യം പറഞ്ഞ ശരിക്കും ഒരു പോരായ്മ, നമ്മളിലുള്ള ഒരു പോരായ്മ നമ്മൾ നികത്താൻ ശ്രമിക്കുമ്പം നഷ്ടപരിഹാരം എന്നല്ലേ മലയാളം? അതെ, നഷ്ടപരിഹാരം. പക്ഷെ നമ്മളത് ഇത് ഒരു ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് അത് എനിക്ക് കറക്റ്റ് സത്യം പറഞ്ഞാൽ ക്ലിയർ അല്ല. ഒരു പക്ഷെ മിസ് പറഞ്ഞു തന്നാൽ എനിക്കിത് മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു. നമ്മളിൽ ഉണ്ടാവുന്ന ഒരു പോരായ്മ നികത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്നിക്സ് ആണ്. സത്യം എനിക്ക് മനസ്സിലായില്ല മാം, മാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. സോറി. വേറെ ആർക്കെങ്കിലും? ഓക്കെ സുജിത, കുഴപ്പമില്ല കേട്ടോ. വേറെ ആർക്കെങ്കിലും മനസ്സിലായോ എന്താണ് കോമ്പൻസേഷൻ പറയുന്നത്? ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയേ, ചിന്തിച്ചു നോക്കിയേ, എന്തായിരിക്കും? ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല? ഇല്ല? ഓക്കെ, ഞാൻ തന്നെ പറയാം. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒന്നിൽ കുറവുണ്ടാകുമ്പോൾ, നമുക്ക് എന്തെങ്കിലും ഒന്നിൽ കുറവുണ്ടാകുമ്പോൾ മറ്റൊന്നിൽ ആ കുറവ് നികത്തി നമ്മൾ മുന്നേറാനായിട്ട് ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് കോമ്പൻസേഷൻ. ഓക്കെ, കൂടി പറഞ്ഞുതരാം. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുമ്പോൾ മറ്റെന്തെങ്കിലും ആ കുറവുകൾ നികത്തി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മുന്നേറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ കൂടുതൽ എനിക്ക് ക്ലിയർ ആകും. ഒരു മേഖലയിൽ പരാജയപ്പെട്ട ഒരു വ്യക്തി മറ്റൊരു മേഖലയിൽ വിജയം കണ്ടെത്തി പരാജയത്തെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ഒരു മേഖലയില് എന്താ പറയാ, ഒരു പല പല ആളുകളാണ്, വ്യക്തികളാണ്, പല പല ഏരിയാസിലായിരിക്കും അവർക്ക് സ്കില്ലുകൾ ഉണ്ടാവുക അല്ലെ. അപ്പോ ഒരു ഏരിയ അതിനകത്ത് അയാള് ഫെയിലിയർ ആയെന്ന് വിചാരിക്കുക. ഈ ഫെയിലിയർ ആയ വ്യക്തി മറ്റൊരു ഏരിയ കണ്ടെത്തി അതിനകത്ത് ആ പരാജയം, അയാൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഫെയിലിയറെ മറികടന്ന് സക്സസ് ആവാനായിട്ട് ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് കോമ്പൻസേഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമിന് തോറ്റ കുട്ടി സ്പോർട്സിൽ അച്ചീവ് ചെയ്യുന്നു. ഓക്കെ, അതായത് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ ക്ലാസ്സിൽ, അതായത് എന്താ പറയാ,
ധാരാളം ആളുകൾ പരീക്ഷ എഴുതി, പക്ഷെ അതിനകത്ത് എക്സാമില് തോറ്റത് ഈ കുട്ടി, ഫെയിലിയർ ആയത് ഈ കുട്ടി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ആ സമയത്ത്, അതായത് ഫെയിലിയർ ആണെങ്കിലും ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്നില്ല, വിഷമമാകുന്നുണ്ടെങ്കിലും, അതായത് കൂടുതൽ വറിയാകുന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് സ്പോർട്സിൽ കൂടുതലായിട്ട് ടാലന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സ്പോർട്സിൽ ആ കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്ത് ആ കുട്ടി സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവല് അങ്ങനെ പോയി അവര് വലിയൊരു എന്താ പറയാ അച്ചീവ്മെന്റ് ആ കുട്ടിക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ എല്ലാവരും ആ കുട്ടി എന്ത് ചെയ്യാണ്, കുട്ടിക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കുകയാണ് അല്ലെ, കുട്ടിയെ എന്താ പറയാ നന്നായിട്ട് ഗ്രീറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു കുറവ്, ആ കുട്ടി എക്സാമിന് തോറ്റിട്ടുള്ള ആ ഒരു കുറവ് ആരും അവിടെ ശ്രദ്ധിക്കുന്നില്ല. ആ കുട്ടിയുടെ അച്ചീവ്മെന്റിനാണ് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കുട്ടി എന്താണ് ഫെയിലിയർ ആയെങ്കിലും ആ സ്പോർട്സിൽ കിട്ടിയ അച്ചീവ്മെന്റ് കൊണ്ട് ആ കുട്ടിക്ക് കൂടുതൽ, ആ കുട്ടി ഹാപ്പിയാണ്. ആ ഫെയിലിയറിനെ മറികടക്കാനായിട്ട് ആ കുട്ടി ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കോമ്പൻസേഷൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആയി? ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുകളോ, എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും, എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകാം. ഈ ഒരു കോമ്പൻസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തില്, ഏതെങ്കിലും ഒന്നൊരു ഫെയിലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, ആ ഫെയിലിയറിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ചെയ്തിട്ടുണ്ടോ? നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഒരെണ്ണത്തിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്താണ് സുജിത ഉണ്ടായിട്ടുള്ളത്? ഒരു ഫെയിലിയർ ഉണ്ടായി, അതിന് പകരം ഫെയിലിയർ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഡിഗ്രിക്ക് ചേർന്ന സമയത്ത്, ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് ഇത്തിരി വയ്യാതായി, ഹാർട്ടിന് പ്രോബ്ലം. ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അവിടുന്ന് ഡിഗ്രി ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പക്ഷെ അന്ന് അതെനിക്ക് ഭയങ്കര, നമുക്ക് പറഞ്ഞു തരാനോ അന്ന് എനിക്ക് അതിനെക്കുറിച്ച് ആരും ഉണ്ടായിരുന്നില്ല. നീ അത് നാട്ടിൽ വന്ന് നിനക്ക് അതിവിടെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ എനിക്ക് വന്ന് അത്രയും പോയില്ല. എനിക്ക് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നു. ഒരുപാട് ഞാൻ ടെൻഷനായി. ആ ഒരു ഡിഗ്രി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ, എന്ന് പകുതിക്ക് നിർത്തേണ്ടി വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ വർഷം തന്നെ ഞാൻ DCA എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് നാട്ടിൽ ചെയ്തു. എന്നാലും എനിക്കത് ആ ഡിഗ്രി, ആ ഒരു ക്യാമ്പസ് ലൈഫ് അതൊക്കെ വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് ഫെയിലിയർ ആയിട്ടല്ല, എനിക്കത് നമ്മൾക്ക് ആ ഒരു അതൊരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ക്യാമ്പസ് ആണെങ്കിലും എന്താണെങ്കിലും പഠനമാണെങ്കിലും അത് നഷ്ടപ്പെട്ടു എനിക്ക്. പക്ഷെ പിന്നീട് ഞാനത് കല്യാണം കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് ഡിഗ്രി ചെയ്തതും. മൂന്നാമത് മോനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ MA ചെയ്തതും. ഇപ്പൊ എനിക്കത് കുറച്ചും കൂടെ, അന്ന് ചെയ്യാൻ പറ്റാതിരുന്നൊരു കാര്യം ഇന്ന് ചെയ്തപ്പം സാറ്റിസ്ഫൈഡ് ആണ്. ആ ഒരു ലെവലിൽ അത് ഒരു ഫെയിലിയറിനെ തോൽപ്പിച്ച് വിജയം കണ്ടെത്തിയത് പോലെയല്ല. അന്ന് കിട്ടാതിരുന്ന ഒരു ചാൻസ് പിന്നീട് ഞാനത് നേടിയെടുത്തു. MA ആണ്, ഇപ്പൊ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഞാൻ ചെയ്തത്. ഇപ്പോ ഇത് ഒരു മോണ്ടിസോറി TTC ഞാൻ APTT അണ്ടർ കൽക്കട്ടന്റെ കീഴിൽ ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അത് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരുടെ മസ്ത്രീന്റെ മോണ്ടിസോറിയിൽ ജോയിൻ ചെയ്തത്. അതിലൊരു ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞൊരു കോഴ്സും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഇതൊക്കെ അന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ ഇതൊന്നും പിന്നീട് ചെയ്യില്ലായിരുന്നു. അത് അന്ന് അവിടെ സ്റ്റോപ്പ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഇന്നത്, അന്ന് ചിലപ്പോൾ അങ്ങനെ ഡിഗ്രി ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടായിരുന്നു. ഒരു പക്ഷെ ഞാൻ PG അങ്ങനെ പോവായിരുന്നു. TTC ആയിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ അന്ന് അത് ചെയ്യാൻ പറ്റില്ല. ലൈഫിലും കുറച്ച് കാലം കുറേ ഡിസ്റ്റൻസ് വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ പഠനത്തിലേക്ക് വീണ്ടും വന്നത്. ഇപ്പം ഇവിടെ നിൽക്കുന്നു. ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ സുജിത പറഞ്ഞ ഒരു കാര്യം അതുപോലെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? കോമ്പൻസേഷനുമായിട്ട് റിലേറ്റഡ്, ഏകദേശം ചിലപ്പോൾ അതുമായിട്ട് എന്താ പറയാ സിമിലർ അല്ലെന്ന് വരാം, എന്നാലും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാം. ആർക്കില്ല? മിസ്സിലെ ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ അഭിരാമി, പറയാട്ടോ. എല്ലാവർക്കും പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണിത്. ഓക്കെ, പറഞ്ഞോളൂ. ഇപ്പോ കുട്ടികളൊക്കെ ജോബ് വിത്ത് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഇപ്പോ അന്യരാജ്യത്ത് പോയിട്ട് പഠിക്കണുണ്ട്. അപ്പൊ ആ പഠിക്കാനുള്ള നമ്മുടെ പൈസയുടെ നഷ്ടം നികത്താനായിട്ടാണ് അവര് ജോലിയും കൂടി ചെയ്തിട്ട്
പഠിക്കുന്നത്. അപ്പൊ അത് ഈ കോമ്പൻസേഷനിൽ അങ്ങനെ അതിന്റെ മീനിങ്ങിൽ ഉൾപ്പെടില്ലേ? അതിനൊരു ഉദാഹരണമായിട്ട്. ആ അതെ അതെ, നമുക്ക് അത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, then ഓക്കെ, അപ്പോ വേറെ ആർക്കും പറയാനില്ല. അപ്പൊ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഒരു മേഖലയിൽ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു മേഖല തേടി നമ്മൾ അതിനകത്ത് വിജയം കണ്ടെത്തും. ഓക്കെ, ദാറ്റ് ഈസ് കോമ്പൻസേഷൻ. അപ്പൊ നമുക്ക് ചെറുപ്പത്തിൽ ആരെങ്കിലും ആവാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകാം, പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം നമുക്ക് ആകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മുടെ സ്കിൽ ഉപയോഗിച്ച് നമ്മൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതും എന്താണ്, കോമ്പൻസേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് തന്നെ ഒന്ന് റിലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചെറുപ്പത്തിലെ ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം എന്ന് വിചാരിക്കുക, വലിയ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാനായിരുന്നു ആഗ്രഹം എന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പോലെ നിങ്ങൾക്ക് അങ്ങനെ ആകാനായിട്ട് പറ്റിയില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു, ഇപ്പൊ ഈ മോണ്ടിസോറി TTC എടുത്തു. ടീച്ചിങ് എന്ന് പറയുന്ന പാഷൻ നിങ്ങൾക്ക് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കും, ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും. അതും എന്താണ്, ഒരു കോമ്പൻസേഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പല പല വ്യക്തികളിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്, പലരിലും പലതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തന്നെ ഷെയർ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. സാറില്ല, നമുക്ക് ഇനി അടുത്തത് നോക്കാം. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ആവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. Then next one is rationalization ആണ്. ഓക്കെ, റാഷണലൈസേഷൻ ഒന്ന് വായിക്കുക കേട്ടോ. ആരാണ് വായിക്കുക റാഷണലൈസേഷൻ? നവമി വായിക്കോ? Yes, ma'am. ഓക്കെ. Rationalization. When something occurs that we find difficult to accept, then we will make up a logical reason why it has happened. That is when people are unable to cope with the reason they behave in particular ways. They protect themselves by creating self-justifying explanations for their behavior. This is rationalization. It is one of the most famous mechanisms. The individual who has been frustrated or who cannot solve the problem in a successful manner and consequently feels discomfort and restless attempts to reduce his feeling of anxiety and guilt by using this device. എന്താ മനസ്സിലായിരുന്നു നവമി വായിച്ചപ്പോ? അതായത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിനൊരു ലോജിക്കൽ ആയിട്ടുള്ള റീസൺ കണ്ടുപിടിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു നമ്മുടെ തന്നെ ഒരു ബിഹേവിയറുമായിട്ട് നമുക്ക് എന്താ പറയാ കോപ്പി ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും. അതിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്തതിനെ നമ്മൾ ന്യായീകരിക്കുക. അത് ഇന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്തത്, അതിങ്ങനെ ആയതുകൊണ്ടാണ്, മാക്സിമം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ആ ഒരു കാര്യത്തിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് മെക്കാനിസം. സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു അതായത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനിലൊക്കെയാണ്, അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ റേഷണലൈസേഷൻ, ഈ ഒരു ഡിഫൻസ് മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ റേഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾക്ക് ഇപ്പൊ നവമി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. അത് കുറച്ചും കൂടി ഷോർട്ട് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് പരാജയങ്ങൾ നടക്കുന്ന സമയത്ത്, നമുക്ക് ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് തെറ്റായിട്ടുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തി ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ മനസ്സിനെ തന്നെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എന്തെങ്കിലും മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തില് ഫെയിലിയേഴ്സ് ഒക്കെ സംഭവിക്കാലോ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തെറ്റായിട്ടുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തി സ്വയം ആശ്വസിക്കുന്നതിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കണ്ടെത്താൻ പറ്റുമോ?
ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും? പരീക്ഷയിൽ തോറ്റാല് ക്വസ്റ്റ്യൻ ഭയങ്കര പാടായിരുന്നു എന്ന് പറയുന്നത്. ആ കറക്റ്റ് ആണ് കേട്ടോ. അതായത് എക്സാമിന് തോറ്റ കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയത് കൊണ്ടാണ് ഞാൻ എക്സാമിന് തോറ്റത് എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി പഠിക്കാത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നേ, എക്സാമിന് തോറ്റത് അല്ലേ? നമ്മളായാലും നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എക്സാമിന് തോറ്റു കഴിഞ്ഞാല് നമ്മൾ എന്ത് പറയാറുണ്ട്? വളരെ റയറായിട്ടുള്ള ആളുകൾ മാത്രമേ ഞാൻ പഠിക്കാത്തത് കൊണ്ടാണെന്ന് പറയാറുള്ളൂ. അല്ലെങ്കിൽ പല ന്യായീകരണങ്ങളും എന്ത് ചെയ്യാറുണ്ട്, നടത്താറുണ്ട്. ചിലവര് പറയും ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടിയില്ല. എല്ലാവർക്കും ഒരേ സമയം തന്നെയാണല്ലോ ഉള്ളത്, പക്ഷെ സമയം കിട്ടിയിട്ടില്ല, ടൈം കിട്ടിയില്ല, അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ നടത്തുന്നു. ദാറ്റ് ഈസ് റേഷണലൈസേഷൻ. അതായത് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണെന്ന് പറയുന്നതിലൂടെ എന്ത് ചെയ്യാണ്, നമ്മുടെ മനസ്സിനെ സ്വയം ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ കുറ്റം കൊണ്ടല്ല, അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ടാണ് നീ എക്സാമിന് തോക്കാനായിട്ട് കാരണം. അപ്പൊ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്ത ആളാണ് അതിനെല്ലാത്തിനും കാരണമായിട്ട് വരുന്നത് അല്ലെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇട്ട ആളെയാണ് അവിടെ പഴി ചാർത്തുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റേഷണലൈസേഷൻ. ക്ലിയർ ആണോ? തെറ്റായിട്ടുള്ള ന്യായീകരണങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്, റേഷണലൈസേഷനിൽ കൊടുക്കുന്നത്. അതിലൂടെ നമ്മളെ സെൽഫ് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വേറെ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. മെന്റൽ മെക്കാനിസം പറയണത് അതും ഇതുപോലെ ഒരു സിമിലാരിറ്റി ഉണ്ടോ? അതൊന്നും വ്യത്യാസം എന്താ? ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ, വ്യത്യാസം ഒന്നുമില്ല. മെന്റൽ മെക്കാനിസം ഇത് തന്നെയാണ്. എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട്? ജോലിക്കൊക്കെ പോകുമ്പോ നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നേരം വൈകിയെന്ന് ചോദിച്ചാൽ പറയും ഒന്നില്ലെങ്കിൽ ട്രാഫിക് ജാം ആന്ന് പറയും, അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൽ പെട്ടതാണ്. അതെ, ചിലപ്പോ നേരം കറക്റ്റ് ടൈമിന് വീട്ടിൽ നിന്ന് ഇറങ്ങാത്തതുകൊണ്ടായിരിക്കും നേരം വൈകി ഉണ്ടാവുക. പക്ഷെ ചോദിച്ചാ പറയും ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു, അങ്ങനെയൊക്കെ പറയും. അതെ അതെ. അതായത് നേരത്തെ അരമണിക്കൂറുള്ള ജേണി ആണെങ്കിൽ 9:30 ഇറങ്ങിക്കഴിഞ്ഞാൽ 10 മണിയാകുമ്പോൾ ഓഫീസിലെത്തും. പകരം 9:45 ആൾ ഇറങ്ങുന്നതെങ്കിൽ എന്തായാലും ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് അതും കൂടി അതിന്റെ കൂടി സമയം പോകും നമ്മുടെ. അപ്പൊ അതൊക്കെ, അതായത് നമ്മൾ എവിടെ ചെല്ലുമ്പോഴും കുറച്ച് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. വൈകി ഇറങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് പറയും, നമ്മളെ കുറ്റപ്പെടുത്താറില്ല അല്ലെ. ഞാൻ വൈകി ഇറങ്ങിയത് കൊണ്ടാണെന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല, മറിച്ച് അവിടെ ബ്ലോക്ക് ആയിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു, ഇതായിരുന്നു, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നമ്മൾ നിരത്താറുണ്ട്. അതും എന്താണ്, റേഷണലൈസേഷൻ ആണ്. അപ്പൊ സ്വയം ന്യായീകരണം നടത്തുക എന്നുള്ളത്, സെൽഫ് ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഇതായിട്ട് പറയാവുന്നതാണ്. റേഷണലൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. നമ്മൾ ഒന്ന് പഠിച്ചു കോമ്പൻസേഷൻ, രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് റേഷണലൈസേഷൻ. ഓക്കെ, മൂന്നാമത്തത് പ്രൊജക്ഷൻ ആണ്. ഓക്കെ, പ്രൊജക്ഷൻ ആരാണ് വായിക്കുക? അജി KM. അജി എന്നാണോ പേരല്ലല്ലോ? അജി രമ്യ തോമസ് എന്ന പേര്. ഓക്കെ, രമ്യ തോമസ് എന്നാണ് അല്ലെ പേര്. ഓക്കെ, രമ്യ തോമസ് പ്രൊജക്ഷൻ ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേ. ശ്രമിക്കാം. We often ascribe to others our own shortcomings, desires, or moral defects as a way of lessening our own sense of guilt or inadequacy. We may have certain failing and undesirable behavior traits or motivates and feel scanty, but instead of acknowledging them, we call attention to the same trait in others. Thus, we divert the attention of others from our own shortcoming. A special form of projection is called displacement or transference. മനസ്സിലായോ? മനസ്സിലായോ? എനിക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ല, കുറെ തവണ വായിച്ചാലാണ് അങ്ങനെ മനസ്സിലാവുള്ളൂ. നാമിക്ക് മനസ്സിലായോ? നാമി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നവമി
നവമി യെസ് മാം, എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതാ. ഓക്കെ ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ നവമി? അതായത് നമുക്ക് മനസ്സിൽ സ്വയം അംഗീകരിക്കാൻ കഴിയാതെ വരുന്ന കുറച്ച് എന്താ പറയാ നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡിസയേഴ്സ് ഒക്കെ വേറൊരാളില് എന്താ പറയാ അതിന് വേറൊരാളില് അടിച്ചേൽപ്പിക്കുക. അതിനെയാണ് പ്രൊജക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കണേ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ചിലപ്പോ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ദേഷ്യമോ വേറൊരാളോട് എന്തെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോ ആള് പറയുന്നത് ആളാണ്, ചിലപ്പോ നമുക്കായിരിക്കും ആളോട് ദേഷ്യം, പക്ഷെ പറയും ആൾക്കാണ് എന്നോട് ദേഷ്യം. നമ്മുടെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് മറ്റൊരാളിൽ അത് പ്രൊജക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല, എനിക്ക് മനസ്സിലായതാണ്. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാനുണ്ടോ? എല്ലാവരും മിണ്ടാതിരിക്കുവാണ്. അങ്കിത, എന്താ മനസ്സിലായത് അങ്കിതയ്ക്ക്? അങ്കിത ആക്ച്വലി സെയിം അല്ല, ഞാൻ പറയട്ടെ. ബട്ട് ഞാൻ എന്തായാലും മാം ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ തന്നെ നവമി പറഞ്ഞ മതി. മറ്റവരെ കണക്ഷൻ എടുത്തിട്ട് ഇല്ലത്, അപ്പൊ കയ്യില് മൊബൈൽ പിടിച്ചിട്ട് ബുക്ക് അടമ വെച്ചിട്ടുണ്ട്. അതെയോ? ഓക്കെ മാം, ഞാൻ പറയട്ടെ, ട്രൈ ചെയ്യാം. നവമി പറഞ്ഞ മാതിരി തന്നെ വേറെ ഈ സക്സസ് അല്ലെങ്കിൽ എന്തെന്ന് പറയാ, അതില് ഞമ്മക്ക് എന്ത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവരെ ഈന ഞമ്മളെ എന്ത് പറയാ, കന്നഡത്തിൽ പറയണ ഈസിണ്ട് തെറ്റ് എന്ന് പറയാ, ഇല്ലെങ്കിൽ അവരെ സക്സസ് അതിനെ ഞമ്മക്ക് ഇതാക്കാനേ കഴിയാ. മാം ഇംഗ്ലീഷിൽ പറഞ്ഞാ മതി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി, മലയാളത്തിൽ പറയണ്ട. ഞമ്മക്ക് അതന്നെ പറഞ്ഞ മാതിരി അവരെ തോട്ട്സ് ഔട്ട് ഫീലിങ്സ് ഔട്ട് ഞമ്മക്ക് വേറെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മാം. മീൻസ് ഇപ്പൊ ആരെങ്കിലും ചൊടിച്ചിട്ടുണ്ടെങ്കിൽ വിതൗട്ട് റീസൺ ഓർ എന്തെങ്കിൽ ഇങ്ങനെ, അപ്പൊ അവര് എന്തിനു ചൊടിച്ചിട്ടില്ലത് അത് ഞമ്മക്ക് അറിയാത്തതുകൊണ്ട് അവരോട് ദ്വേഷം കാണിക്കാനേ നോക്കും. എന്തിനു വണ്ണില്ലാതെ അങ്ങനെ മാം, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയതാണ് അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞോളാം കേട്ടോ. ഓക്കെ, താങ്ക് യു നവമിക്കും അങ്കിതയ്ക്കും. അപ്പൊ എന്താണ് പ്രൊജക്ഷൻ എന്ന് പറയാം. പ്രൊജക്ഷൻ അതായത് ഇതിനകത്ത് വലിയ രീതിയിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പരാജയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുന്നു. നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ സംഭവിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കാരണം കൊണ്ടല്ല, അത് മറ്റുള്ളവർ കാരണമാണ് അങ്ങനെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നേ, കുറ്റം ചാർത്തുന്നത്. ഓക്കെ, കുറ്റം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. എന്തെങ്കിലും നമുക്കിപ്പോ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായെന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യും, ആ ഫെയിലിയർ ഉണ്ടാവാൻ കാരണം മറ്റുള്ളവരാണ് എന്ന് നമ്മൾ സ്വയം വിചാരിക്കുകയും അത് പറയുകയും ചെയ്യുന്നു. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. എക്സാമിന് തോറ്റത് ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടാണെന്നൊരു കുട്ടി പറയുവാണെങ്കിൽ അത് പ്രൊജക്ഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഒരു കുട്ടി പറയുവാണ്, ഒരു കുട്ടി എക്സാമിന് തോറ്റു. മറ്റേത് നമ്മൾ പറഞ്ഞു റേഷ്യലൈസേഷൻ, നമ്മൾ പറഞ്ഞു ന്യായീകരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലെ, സ്വയം ന്യായീകരണമാണ്, സെൽഫ് ജസ്റ്റിഫൈങ് ആണ്. എന്നാൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് കുറ്റം ചാർത്തുന്നു. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ ആണ്. എക്സാമിന് തോറ്റ ഒരു കുട്ടി എന്തുകൊണ്ടാണ്, ആ കുട്ടിയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ എക്സാമിന് ഫെയിലിയർ ആയത്. അപ്പൊ ആ കുട്ടി പറയുവാണ്, ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ടീച്ചർ പഠിപ്പിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ടീച്ചർ നല്ല രീതിയിലല്ല ക്ലാസ് എടുക്കുന്നത്, വെറുതെ വായിച്ചു പോവാണ്, അങ്ങനെയുള്ള എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരാളെ കുറ്റം ചാർത്തുന്നു. ദാറ്റ് ഈസ് പ്രൊജക്ഷൻ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ പല ഇൻസിഡൻസ് ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ പല കാര്യങ്ങൾ, അവരിപ്പോ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ചേട്ടനും അനിയനും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇപ്പോ ചേട്ടൻ എന്തി തള്ളി താഴെയിട്ട് അനിയൻ താഴെ വീണു, അപ്പൊ എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും, അതായത് അവനാണ് അത് ചെയ്തത് ഞാനല്ല,
അപ്പൊ മറ്റുള്ളവരിലേക്ക് എന്ത് പറഞ്ഞാലും നമ്മുടെ ഭാഗത്തായിരിക്കും തെറ്റുണ്ടാവുക, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, അതൊരിക്കലും സമ്മതിക്കില്ല. നമ്മൾക്ക് ഈ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ എല്ലാവർക്കും ഇതില്ലേ? എന്തെങ്കിലും തെറ്റ് നമ്മൾ പറയാം, എന്റെ തെറ്റാണെന്ന് പറയോ? ഒരിക്കലും പറയില്ല അല്ലെ? മറ്റുള്ളവരുടെ കുറ്റമാണെന്നാ പറയുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് മറ്റുള്ളവർക്കിട്ടാണ് നമ്മൾക്ക് കുറ്റം വെക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് തെറ്റുകാരെന്നുള്ള രീതിയിലാണ്, അവരങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ദാറ്റ് ഈസ് പ്രൊജക്ഷൻ. അപ്പൊ 3 കാര്യങ്ങൾ ഓക്കെ ആണോ? കോമ്പൻസേഷൻ പറഞ്ഞു, റാഷണലൈസേഷൻ പറഞ്ഞു, ആൻഡ് പ്രൊജക്ഷൻ പറഞ്ഞു. നെക്സ്റ്റ് വൺ ഐഡന്റിഫിക്കേഷൻ ആണ് കേട്ടോ. ഐഡന്റിഫിക്കേഷൻ ആരാ വായിക്കാം? ആഷ്മി മോൾ ആന്റണി ഒന്ന് വായിക്കാമോ? ഐഡന്റിഫിക്കേഷൻ. Yes, ma'am. Okay. Identification. It is an adjustment mechanism which makes one able to attain satisfaction from the success of other people, groups, or organization. Here, worshipping is also a form of identification. Okay. Explain ചെയ്യാമോ? Okay, ma'am. ഇതിൽ മനസ്സിലായെന്ന് വെച്ചാൽ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു വ്യക്തി ഒരു വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ അല്ലെങ്കിൽ വേറെ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരു ഓർഗനൈസേഷനോ നിന്ന് ആൾക്ക് ആ ഒരു വ്യക്തി ആ ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ നിന്നോ ഒരു സാറ്റിസ്ഫാക്ഷൻ സ്വയം കണ്ടെത്തുന്നതിനെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഹിയർ വർഷിപ്പിംഗ് ഇസ് ആൾസോ എ ഫോം ഓഫ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷനിൽ വർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ആരാധന, ആ ഒരു അതർ പീപ്പിളോടുള്ള ഒരു ആരാധന അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനുള്ള ഒരു ആരാധനയും ഈ ഐഡന്റിഫിക്കേഷന്റെ ഭാഗമെന്നാണ് പറയുന്നത്. എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തെങ്കിലും എക്സാമ്പിൾ പറയാമോ ആർക്കെങ്കിലും ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്? ഗ്രൂപ്പ് പ്രോജക്റ്റ്, ലൈക്ക് ഇപ്പൊ ഗ്രൂപ്പ് പ്രോജക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഒരാളെ അതിലേക്ക് ഫുള്ളായിട്ട് എന്താ അവരെ എഫേർട്ട് ഇട്ടിട്ട് സ്കോർ കിട്ടുന്നത് മൊത്തത്തിൽ ഗ്രൂപ്പൊക്കെ അപ്പോ അതില് മെയിൻ ആയിട്ട് അവക്ക് ആര് മെയിൻ ആയിട്ട് ചെയ്തു അവളെ സ്കോർ എല്ലാരും ഒന്നിച്ചിട്ട് മീൻസ് ഡിവൈഡ് ചെയ്തിട്ടല്ലേ ഗ്രൂപ്പ് കിട്ടും, ഒരാൾക്കേ കിട്ടൂല. മീൻസ് വേറെ ഇതില് ഞമ്മ ജീവിക്കുന്ന മാതിരി അങ്ങനെ വിചാരിച്ചത്. മീൻസ് ഇപ്പൊ നമ്മളെ നവമി ടീമിലുണ്ട്. ഇപ്പൊ നവമി ഫുള്ളായിട്ട് ചെയ്ത് തരും, ബട്ട് അതിന്റെ റിസൾട്ട് ആവട്ടെ, അതിന്റെ പറയാ അതിന്റെ മൊത്തത്തിന്റെ ഇത് എല്ലാ ടീം വർക്ക് ആയിട്ട് കിട്ടും. 10 ആൾക്ക് കിട്ടും. ഒരാള് ചെയ്യും, ബട്ട് 10 മെമ്പേഴ്സും അതിനെ ഷെയർ ചെയ്യും. ആ ടൈപ്പിലാ മാം. അങ്ങനെയാണ് മനസ്സിലായത് അല്ലേ? ഓക്കെ. വേറെ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. അതായത് നമ്മുടെ വീട്ടില് ഇപ്പൊ ഒരു വീട്ടില് ഒരു ഫാമിലിയില് അപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിൽ എപ്പോഴും എല്ലാ കാര്യത്തിനും ചീത്ത പറയണു. അങ്ങനെ വരുമ്പോ കുട്ടിക്ക് ഇപ്പൊ ഫാദറിനോട് ഭയങ്കര പേടിയും ബഹുമാനമൊക്കെ ആയിരിക്കാം. ചിലപ്പോ ബഹുമാനം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ചിലപ്പോ നല്ല പേടി ഉണ്ടാവും. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ അപ്പൊ ഉണ്ടാവുന്ന ഒരു കാര്യം ഭയങ്കര അപ്പയുടെ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയി നിന്ന് അല്ലെങ്കിൽ അതുപോലെ ആ രീതി പോവാണെങ്കിൽ മറ്റുള്ളവർക്കും എന്നോട് പേടിയും ബഹുമാനം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അതേപോലെ ആക്ട് ചെയ്യാനായിട്ട് ആ കുട്ടി ശ്രമിക്കണം. എല്ലാവരും എന്നെ ബഹുമാനിക്കണം, പേടിക്കണം എന്നുള്ള നിലയില് അപ്പ എങ്ങനെയാണോ ആ കുട്ടിയുടെ അടുത്ത് പെരുമാറുന്നത് അതേ രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് ആ കുട്ടി ശ്രമിക്കുന്നു. ദെൻ ഓപ്പോസിറ്റ് ആയിട്ടും ഇതിപ്പോ നല്ല സ്നേഹവും ഒക്കെ കിട്ടുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പോ അപ്പ നല്ല രീതിയിൽ അല്ലെങ്കിൽ പാരന്റ്സ് നല്ല രീതിയിൽ ആ കുട്ടീനെ സ്നേഹിക്കും കെയറിയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവരോട് ഉണ്ടാവുന്ന ഒരു എന്താ പറയാ മീൻസ് സ്നേഹവും ബഹുമാനമൊക്കെ തനിക്കും കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നമ്മളെ എങ്ങനെയാണോ അവരോട് പെരുമാറണേ അത് തന്നെ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവർക്കും അതുപോലെ തന്നെ കിട്ടണം എന്നുള്ള നിലയിൽ അതും ഐഡന്റിഫിക്കേഷന്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. അല്ലേ? ഓക്കെ. 2 പേര് 2 രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഐഡന്റിഫിക്കേഷൻ എന്ന് നോക്കാം. മാം എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. അതായത് മറ്റുള്ളവരുടെ സക്സസ്സിൽ
നമ്മൾ അതിൻ്റെ നമ്മളത് സാക്രിഫൈസ് ചെയ്യുന്നത്, അതായത് മറ്റുള്ളവരുടെ സന്തോഷം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെയാണോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതെ അതെ, ഷെഫീന പറഞ്ഞതാണ് കേട്ടോ കറക്റ്റ്. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട്, അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം മറ്റുള്ളവർ ചെയ്ത് വിജയിക്കുമ്പോൾ നമ്മുടെ വിജയമാണെന്ന് കണ്ടെത്തി ആശ്വസിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ മറ്റൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ സെയിം കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് അയാള് സക്സസ് ആവുന്നുണ്ട്. ആ സക്സസിനെ നമ്മുടെ വിജയമാണെന്ന് കണ്ടെത്തി നമ്മുടെ മനസ്സിനെ സ്വയം ആശ്വസിപ്പിക്കുന്നു. ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, അതായത് കോളേജ് മേറ്റ്സ് ആണ്, ക്ലാസ്മേറ്റ്സ് ആണ്, ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കുക. രണ്ട് വ്യക്തികൾ ഒരേപോലെയാണ് പഠിക്കുന്നതും കമ്പൈൻ സ്റ്റഡി നടത്തുന്നതും ഒക്കെ എന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു വ്യക്തിക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി പ്ലേസ്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും ആളുകളിൽ കൂടുതലായിട്ട് ഉണ്ടാവുക ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ അസൂയാണ്, അല്ലെ? അതായത് എനിക്ക് കിട്ടിയില്ലല്ലോ, അവനാണ് കിട്ടിയത്, ആ ഒരു മെന്റാലിറ്റിയാണ് ഉണ്ടാവുക. എന്നാൽ വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ എന്ത് കാണാറുണ്ട്? അതായത് തന്റെ കൂട്ടുകാരി അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരന് തനിക്ക് കിട്ടാത്തൊരു കാര്യം കിട്ടുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യാറുണ്ട്. ഇല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന് ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ രണ്ടും ഒരുപോലെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, ജോലിക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങളുടെ കൂട്ടുകാരിക്കാണ് കിട്ടിയത്. ആ കൂട്ടുകാരിയുടെ വിജയം നിങ്ങളുടെ വിജയമായിട്ട് കണ്ടെത്തി നിങ്ങൾ ആശ്വസിക്കാറുണ്ടോ? ഒന്ന് ഓർത്തു നോക്കി. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഏറ്റവും സിമിലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫിലിം സ്റ്റാറുകൾ ഉണ്ട്, അതുപോലെ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഒക്കെ കളിക്കുമ്പോൾ വിൻ ചെയ്യുവാണ്, ഫുട്ബോൾ ഒക്കെ കളിക്കുമ്പോൾ അവര് വിൻ ചെയ്യുവാണെങ്കിൽ എന്താണ് നമ്മുടെ ആഹ്ലാദം ഉണ്ടാവുക, അല്ലെ? അതായത് അവരുടെ വിജയം, അതായത് ക്രിക്കറ്റ് ടീമിലെ ആ ഒരു ക്രിക്കറ്റ് ടീം ജയിച്ചു കഴിഞ്ഞാല് ആ ക്രിക്കറ്റ് ടീമിന്റെ വിജയം നമ്മുടെ വിജയമാണെന്ന് കണ്ടെത്തി എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ആശ്വാസം കണ്ടെത്താറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില സ്റ്റാറുകൾ ഉണ്ട്, ആരാധനയാണ് തോന്നുന്നത് അവരോട് കേട്ടോ. അതൊരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു ഐഡന്റിഫിക്കേഷന്റെ. നമുക്ക് ആരാധന തോന്നും അവരോട്. അതായത് ഒരു ഫിലിം സ്റ്റാർ, ആ ഫിലിം സ്റ്റാറിന്റെ മൂവി നല്ല രീതിയിൽ സക്സസ് ആവുകയും 200 കോടി ക്ലബ്ബ്, ഇപ്പൊ അറിയാലോ കോടി ക്ലബ്ബുകളിലൊക്കെ കയറുന്നത്, അങ്ങനെ കയറുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമ്മള് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇപ്പൊ സ്വീറ്റ്സ് വിതരണം ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റാറിന്റെ ആ ഒരു പ്രതിമ, അങ്ങനെയുള്ള ഫ്ലെക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് പാലഭിഷേകം ചെയ്യാം. അങ്ങനെയുള്ള നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഇത് കണ്ടുവരാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ ചെയ്യുന്നത്? അതായത് അയാളുടെ വിജയം, നമുക്കല്ല സക്സസ് ഉണ്ടായിരിക്കുന്നത്, മറിച്ച് നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു സക്സസ് ഉണ്ടായി കഴിഞ്ഞാല് അത് നമ്മുടേതായിട്ട് തോന്നുകയും അത് അതിലുപരി അത് ഒരു നമ്മുടെ മനസ്സിന് അതിലൂടെ ഒരു ആശ്വാസം കണ്ടെത്താനും ശ്രമിക്കുന്നതിനെയാണ് ഈ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരാളുടെ സക്സസിനെ നമ്മുടെ സക്സസ് ആയിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശാന്തമാക്കുന്നു അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ക്രിക്കറ്റ് ടീമിനെ പറയാം, ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ വിന്നിങ്ങിനെ പറയാം. അതുപോലെ തന്നെ ഫിലിം സ്റ്റാർസിന്റെ മൂവീസിന് ഒക്കെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഡിഫൻസ് മെക്കാനിസം ഒക്കെയാണ് ഈ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മളുമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് പല കാര്യങ്ങളും, ഇപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് ജോലി കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ വലിയൊരു അച്ചീവ്മെന്റ് കിട്ടുവാണെങ്കിലോ ഒക്കെ നമ്മൾ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതും എന്താണ്? ഡിഫൻസ് മെക്കാനിസം ആണ്. ഇത് ഡിഫൻസ് മെക്കാനിസം ആണ്, ഐഡന്റിഫിക്കേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഐഡന്റിഫിക്കേഷൻ ഇല്ല. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ജോലി കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഇല്ല, ആർക്കും തന്നെ ജോലി കിട്ടിയിട്ടില്ല. ഇഷ്ടപ്പെട്ട ആർക്കും ജോലി കിട്ടിയിട്ടില്ല. ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടുണ്ടോ ജോലി കിട്ടുമ്പോ? എന്റെ അനിയത്തിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ അനിയത്തിക്ക് ഇപ്പൊ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് ഞാൻ ഭയങ്കര അവളെക്കാൾ പറയുന്ന പോലെ സന്തോഷത്തിലാണ്. അതെ,
നമ്മുടെ സിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സിനൊക്കെ ജോലി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടാവുമ്പോഴോ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും, ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടായിരിക്കും നമ്മൾ ഉണ്ടാവുക. അതൊക്കെ എന്താണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന് എക്സാമ്പിൾ. നമ്മുടെ മനസ്സിനെ സ്വയം ആശ്വസിപ്പിക്കണം, നമുക്ക് കിട്ടാത്തത് അവർക്ക് കിട്ടിയല്ലോ എന്ന മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അത്. ഓക്കെ ഓക്കെ ദെൻ അടുത്തത് നമുക്ക് പോവാം സബ്സ്റ്റിറ്റ്യൂഷൻ. അതൊന്ന് വായിക്കാം കേട്ടോ. ഷോനിമ ഒന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആ വായിക്കാം മാം. വായിച്ചോട്ടെ. അച്ഛനൊക്കെ ഞാൻ നെക്സ്റ്റ് തരാം കേട്ടോ. Substitution. It is an adjustment mechanism in which the original goals or desire are exchanged by others. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. നമുക്ക് ഉള്ളിലൊരു ഒരു ഡിസയർ, ഒരു ഗോൾ ഉണ്ടെങ്കിൽ പക്ഷെ അത് പല കാരണവശാലും നമുക്ക് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ നോക്കും. അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ തന്നെ മൈൻഡിൽ കൊണ്ടുവരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ MBBS പഠിക്കണം എന്ന് ആഗ്രഹിച്ചു, അതിന് കുറെ പ്രിപ്പയർ ഒക്കെ ചെയ്തു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നടക്കാതെ പോയി. അപ്പോൾ അവർക്ക് ആങ്സൈറ്റി, അവരെ മെന്റലി അവർ ഫുൾ ഡൗൺ ആവും. പിന്നെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് ചിലപ്പോൾ അവർ നഴ്സിങ്ങിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കോഴ്സിലേക്കോ, മാം പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ടീച്ചർ ആവണമെന്ന് കരുതിയിട്ട് നടക്കാതെ പോയി, പിന്നീട് നമ്മൾ വേറൊരു രീതിയിൽ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരിക, അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. അതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ ഓക്കെ ഇതും ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യും, മാറ്റിവെക്കും. ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്ക് വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യുവാണ്. നമുക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഏതോ ഒന്നിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു നമ്മുടെ ആഗ്രഹം എന്ത് ചെയ്യുന്നു, മാറ്റിവെക്കുന്നു. ഓക്കെ ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മുടെ ഒരു തോന്നല്, നമ്മുടെ ഒരു തോട്ട് ഉണ്ടാവുക, അത് അവർക്ക് വേണ്ടിയാണല്ലോ ഞാനത് അങ്ങനെ ചെയ്തത്. ഒരിക്കലും നമ്മൾ അതിനകത്ത് നമ്മള് വിഷമം മനസ്സിൽ ഉണ്ടാവുമെങ്കിലും ഒരിക്കലും നമ്മളത് ആരോടും പറഞ്ഞു നടക്കാറില്ല. ഉള്ളില് വിഷമം ഒതുക്കാണ്, പക്ഷെ നമ്മൾ എന്തിനെങ്കിലും വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അത് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ടെവർ എന്ത് തന്നെ ആയാലും അത് നമ്മുടെ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ആദ്യം ഒരു വിഷമം ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് നമ്മൾ സന്തോഷിക്കും. അതിനു വേണ്ടിയിട്ടാണല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാനത് മാറ്റിവെച്ചത് എന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ നമ്മുടെ മനസ്സിനെ, ഇപ്പൊ വിധി എന്നൊക്കെ നമ്മൾ അതിനെ പറയാറുണ്ട്, അങ്ങനെ നമ്മളെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതാണ് എന്ത്, ഈ ഒരു ഡിഫൻസ് മെക്കാനിസം അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ മനസ്സിലാവും എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന്. ചെയ്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ അനീഷ, പറഞ്ഞോളൂ. എന്റെ ഉമ്മാക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പം ഫാദർ ഒരുമിച്ചല്ല, നമ്മളിപ്പോ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മുടെ കൂടെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. എപ്പോഴും ജോലിക്ക് പോയിട്ട് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോ ആരുമില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ജോലി വേണ്ടാന്നുള്ളൊരിതായിരുന്നു. എനിക്ക് എന്റെ മക്കളെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞിലേ തൊട്ട് ജോലി വേണ്ടാന്നുള്ളൊരിതായിരുന്നു. പക്ഷെ ടീച്ചർ അവൻ ഇങ്ങനെ കളിക്കുന്ന പോലെ കുട്ടികളെ പഠിപ്പിക്കുക, അതൊക്കെ ചെയ്യും, ജോലിയൊക്കെ പക്ഷെ ജോലിക്ക് പോകണമെന്നില്ലായിരുന്നു. പക്ഷെ എന്നുവെച്ചാൽ എന്റെ ഉമ്മ നമ്മുടെ കൂടെ ഇല്ല. അപ്പം ഭയങ്കര പാടായിരുന്നു. അമ്മമാര് ആരും ഇല്ലാത്തൊരവസ്ഥയിൽ അപ്പൊ ജോലി വേണ്ടാന്നുള്ള രീതിയിൽ നിൽക്കായിരുന്നു. അങ്ങനെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കല്യാണം. അങ്ങനെ ഡിഗ്രി ലാസ്റ്റത്തെ നമ്മളെ ലാസ്റ്റ് എക്സാം ഇല്ല, ആ സമയത്തായിരുന്നു ഡെലിവറി ടൈം ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റിയില്ല. പിന്നെ ജോലിക്ക് പോകണ്ടെന്നുള്ളൊരു ഇതായിരുന്നല്ലോ മൈൻഡിൽ. അപ്പം പിന്നീട് എക്സാം എഴുതണമെന്നും തോന്നിയില്ല. പിന്നെ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഡിഗ്രി ഇല്ലാത്തതിന്റെ ഒരു നല്ല വിഷമം. കാരണം ആ ഒരു എക്സാം കൂടെ എഴുതിയിരുന്നെങ്കിൽ എനിക്ക് ഡിഗ്രി കിട്ടിപ്പോയിരുന്നു.
അങ്ങനെ ഭയങ്കര വിഷമം. പിന്നെ അത് ചെയ്യാൻ നോക്കിയപ്പോ എന്താ 5 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇല്ല, എക്സാം എഴുതാൻ പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഭയങ്കര വിഷമായി. പക്ഷെ അതെന്റെ ഹസ്ബൻഡിനും മോക്കും വേണ്ടിയാണല്ലോ എന്ന് ഓർത്തിട്ട് ഇതുണ്ട്. ഇപ്പം എന്റെ ഹസ്ബൻഡിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹം എനിക്കൊരു ജോലി വേണം എന്നുള്ളത്. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു 5 പൈസ എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെ. കാരണം നമുക്ക് നമ്മുടെ വീട്ടുകാർക്ക് വല്ല വാങ്ങിച്ചു കൊടുക്കണമെങ്കിലും എടുക്കണമെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെലവാക്കാൻ നമുക്ക് പൈസ ഉള്ള അത് ഏറ്റവും വലിയ കാര്യം. അതാണ് ഇപ്പൊ വീണ്ടും ഇതിലേക്ക് വന്ന് ജോലിക്ക് വേണ്ടി ശ്രമിക്കാം. എല്ലാ പെൺകുട്ടികളും ജോലി കിട്ടിയതിന് ശേഷം മാത്രം കല്യാണം കഴിക്കാൻ നോക്കുക. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അനീഷ വിഷമിച്ചോ? പറയുമ്പോ അതൊരു വിഷമം തന്നെയല്ലേ? ഇല്ല, എന്താണത് പറയുമ്പോ വിഷമം വരും. സാരല്ല കേട്ടോ, പോട്ടെ. ഇത് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ വേറൊരു രൂപത്തിൽ നമുക്ക് കൊണ്ടുതരും കേട്ടോ. എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് അനീഷയ്ക്ക് കേട്ടോ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. അപ്പൊ അതാണ്, അതായത് ഇപ്പൊ അനീഷ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെയാണ്. അതായത് നമുക്ക് അനീഷ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ജോലി കിട്ടിയതിന് ശേഷം കല്യാണം കഴിക്കാത്തവര് ജോലി കിട്ടിയതിന് ശേഷം കല്യാണം കഴിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ കൂടുതൽ ചിന്തിക്കുന്നുണ്ട്, മാരേജ് ചെയ്യാനായിട്ട് അവരങ്ങനെ ആഗ്രഹിക്കുന്നില്ല. വളരെ എന്താ പറയാ, കൂടുതലായിട്ട് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് സെൽഫ് ഡിപ്പെൻഡൻസി. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ, നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ എല്ലാവരും പറയുന്നുണ്ട് സ്നേഹം അല്ലെങ്കിൽ കരുതല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ജീവിക്കാനൊക്കെ പറ്റും, പക്ഷെ മണി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പണം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുന്നല്ല, പണം വേണം ജീവിക്കാനായിട്ട്. പണം ഒരു ഫാക്ടർ തന്നെയാണ്. അല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മണി എന്ന് പറയുന്നത്, അല്ലെ? ഒരു 10 രൂപ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, മറ്റുള്ളവരോട് കൈനീട്ടേണ്ട ആവശ്യമില്ല, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 5 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡിനോട് കൈനീട്ടുക, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ തന്നെ, അതായത് പെൺകുട്ടിയുടെ ഫാമിലിയിൽ തന്നെ ആരോടെങ്കിലും കൈനീട്ടുക. കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഇത് പ്രശ്നങ്ങൾ വരിക, പ്രോബ്ലംസ് ഉണ്ടാവുക. ഓക്കെ, കല്യാണം കഴിച്ചു പോയിട്ടും ഫാമിലിയിൽ നിന്ന് പൈസ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡാണ് നോക്കുന്നതെങ്കിലും ഹസ്ബൻഡിന് എപ്പോഴും ആദ്യമൊക്കെ തരുമായിരിക്കും, പക്ഷെ എപ്പോഴും ചോദിക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും, അല്ലെ? അപ്പൊ നമ്മുടെ അടുത്ത് ഒരു സ്വന്തമായിട്ട് ഒരു 10 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് വിലപ്പെട്ടതാണ്. ഓക്കെ, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ യാത്ര ചെയ്യാം. കുട്ടികളുടെ കാര്യങ്ങൾ, ഇവൺ എന്താ പറയാ, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്, അല്ലെ? സ്കൂൾ ഓപ്പണിംഗ് ആണ്, എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. നോട്ട് ബുക്ക് വാങ്ങാനുണ്ടാവും, ബാഗ് വാങ്ങാനുണ്ടാവും, പലതരത്തിലുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ടാവും. അപ്പൊ നമ്മളാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ, ഹസ്ബൻഡിൽ നിന്നല്ല നമ്മൾ പൈസ ചോദിക്കുന്നെങ്കിൽ, നമ്മൾ സ്വയം നമ്മുടെ പൈസ എടുത്തിട്ടാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ എത്ര ഹാപ്പിനെസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ എന്താ പറയാ, ഇപ്പൊ അനീഷ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ചെറിയ തരത്തിലൊരു കാര്യമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ജോലി കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സ്വന്തം കാര്യം നിൽക്കാം. ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സമയത്ത് എന്താ പറയാ, നിങ്ങളുടെ ഒരു നല്ലൊരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞു, പണം എന്ന് പറയുന്നത് നമ്മളെ പല രീതിയിലും മാറ്റും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് പലവിധ മാറ്റങ്ങളാണ് ആ സ്ത്രീക്ക് ഉണ്ടാക്കുക പണം എന്നുള്ളൊരു കാര്യം. ഓക്കെ, അധികമായിട്ട് ഓവറായിട്ട് പണം വേണം എന്നല്ല പറയുന്നത്. നമ്മുടെ കാര്യത്തിന് നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെലവഴിക്കാനുള്ള പണം നമ്മുടെ അടുത്ത് ഉണ്ടാകണം. ഓക്കെ, കൂടുതൽ ഫ്രീഡം തരും ഇത്, നമ്മൾക്ക് റെസ്പെക്ട് കിട്ടും. ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും അതുപോലെ നമ്മുടെ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് കൂടുതലായിട്ട് റെസ്പെക്ട് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഉണ്ട്. ഓക്കെ, ജോലിക്ക് പോകാത്ത ഒരാളെ സംബന്ധിച്ചും ജോലിക്ക് പോയ ഒരാളെ സംബന്ധിച്ചും അവരിൽ ഉണ്ടാകുന്ന ആ ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ലോയാലിറ്റി എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുക.
ഇതൊക്കെ എന്താണ് പണം കൊണ്ടാണ് സാധിക്കുന്നത്. ഓക്കെ, പക്ഷെ പണം ഭയങ്കരമായിട്ട് പണമുണ്ട്, എല്ലാ തരത്തിലും സുഖ സൗകര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ചിലപ്പോൾ സമാധാനം കിട്ടിയെന്ന് വരില്ല. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ എന്താ പറയാ ഇൻഡിപെൻഡൻസിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ നമ്മൾക്ക് ഒറ്റക്കാലിൽ അല്ലെങ്കിൽ നമുക്ക് സ്വയം ഇതായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഇത് കൂടിയേ തീരുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, നമ്മളിപ്പോ എത്ര എണ്ണം പഠിച്ചു ഡിഫൻസ് മെക്കാനിസം? 5. അല്ലേ? ഓക്കെ, 5 ഡിഫൻസ് മെക്കാനിസം നമ്മൾ പഠിച്ചു. അപ്പോ നിങ്ങളൊന്ന് 5 മിനിറ്റ്സ് ഞാൻ തരാം, എല്ലാത്തിനും ഓരോരോ എക്സാമ്പിൾ വീതം ഒന്ന് എഴുതാമോ? സോറി മാം, എന്ത് പറഞ്ഞ? എല്ലാ ഡിഫൻസ് മെക്കാനിസത്തിനും ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയാതെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അത് എഴുതാം. എല്ലാ ഡിഫൻസ് 5 ഡിഫൻസ് മെക്കാനിസം പറഞ്ഞു അല്ലെ? ഈ 5 എണ്ണത്തിനും ഓരോരോ എക്സാമ്പിൾ വീതം എഴുതാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാത്തത് കേട്ടോ, ഞാൻ പറയാത്ത എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കുമെന്ന്. 5 മിനിറ്റ് കേട്ടോ. എഴുതി കഴിഞ്ഞിട്ടുള്ളവര് പ്രസന്റ് ചെയ്യാം കേട്ടോ. മിസ്സേ, സോറി മിസ്സേ, ഞാൻ കേട്ടില്ല എന്താ പറഞ്ഞെന്ന്. ഞാൻ പെട്ടെന്ന് കട്ടായി പോയി. ഓക്കെ, അവർ 5 ഡിഫൻസ് മെക്കാനിസം നമ്മളിപ്പോ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തു. അതിന്റെ എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞത്. ഞാൻ പറയാത്ത എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചിട്ട് എഴുതാം. 5 എണ്ണത്തിനും ഓരോന്നും എക്സാമ്പിൾ.
മിസ്സേ, ഞാൻ ആദ്യത്തെ 2 പോയിന്റിന് ഇല്ലായിരുന്നു. 3, 4, 5 പറയാം. അത് ഞാൻ കേട്ടില്ല. ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടായിരുന്നു. എഴുതിയോ? ഞാനിങ്ങനെ ജസ്റ്റ് എഴുതി. വായിച്ചോളൂ, റീഡ് ചെയ്തോളൂ. പ്രൊജക്ഷൻ എഴുതിയത് ഇപ്പൊ നമ്മള് എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഒരു കറിയായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരാളെ കൂടെ നിർത്തി അന്ന് ആ കറി വെക്കുമ്പോ അതിനെന്തെങ്കിലും പോരായ്മ അന്ന് സംഭവിക്കുമ്പോ നമ്മൾ ആ കൂടെ ഉള്ള ആളെ വെച്ച് ഒഴിഞ്ഞു ആ ഒരു ഇത് പ്രൊജക്ഷൻ. പിന്നെ ഐഡന്റിഫിക്കേഷൻ ഇത് എന്റെ സഹോദരി ഉംറ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പുള്ളിക്കാരി അത് ചെയ്തു, ഉംറ. അതറിയോ മിസ്സിന്? നമ്മളൊരു സൗദി അറേബ്യ പോയി ചെയ്യുന്നതാ ഞങ്ങളുടെ ഒരു പ്രാർത്ഥന. അതെല്ലാവർക്കും ഹലോ, എന്റെ സഹോദരിയെ ഉംറ ചെയ്തു. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാനത് ചെയ്തിട്ടില്ല. അവളത് ചെയ്തപ്പോ അതിൽ ഞാൻ ഇതായി. സക്സസ് എന്ന് കരുതി. അതിൽ അവള് ചെയ്തല്ലോ, അതിൽ ഞാൻ സക്സസ് ആയി എന്ന് കരുതി. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാ ഇപ്പൊ ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ പിന്നെ എന്റെ അനിയത്തിയെ വിവാഹം കഴിപ്പിക്കണോന്ന് പറഞ്ഞോണ്ട് എന്റെ വിവാഹം പെട്ടെന്ന് നടത്തി. അപ്പൊ ആ ജോലി നമുക്ക് നിർത്തി വെക്കേണ്ടി വന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി. പിന്നീട് അത് നടന്നതേ ഇല്ല. അങ്ങനെ അത് 3 എഴുതി. എന്റെ മനസ്സിൽ വന്നത് എഴുതിയാണ്. ശരിയാണ്, പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞത് കേട്ടോ. അതായത് നിങ്ങളുടെ ലൈഫിലെ എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എക്സാമ്പിൾ എഴുതാം. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പോ എന്ത് ചെയ്യാ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. എഴുതാത്തവരുണ്ടെങ്കിൽ അന്ന്, അതായത് ഞാൻ അടുത്ത തിങ്കൾ മൺഡേ ആണ് നെക്സ്റ്റ് ക്ലാസ് വരിക. അപ്പൊ ആ ദിവസം എല്ലാവരും 5 എക്സാമ്പിൾ വീതം എഴുതിക്കൊണ്ടുവരിക കേട്ടോ. ഈ 5 ഡിഫൻസ് മെക്കാനിസത്തിനും ഓരോ എക്സാമ്പിൾ വീതം 5 എണ്ണം എഴുതിക്കൊണ്ടുവരിക. എല്ലാവരെയും കൊണ്ട് ഞാൻ വായിപ്പിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത ഡിഫൻസ് മെക്കാനിസത്തിലോട്ട് പോവുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കെന്നാൽ സൈൻ ഔട്ട് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നേ? സുജിത മാം. Okay. Good afternoon, everyone. As we wrap up today's class session, I want to express my sincere gratitude to our respected teachers. Thank you, ma'am, for your guidance and support, also your dedication. I would also like to thank you, my dear friends, for their participation in today's class session. I would like to summarize what we learned today's topic. And today we discussed about different types of defense mechanisms. Today only we discussed 5 types of defense mechanisms: compensation, rationalism, projection, identification, substitution. All of these defense mechanisms are connecting with our daily life, and my dear friends express their own experience. And thank you. One more. Thank you, ma'am. Okay, thank you. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു.